കൊല്ലത്ത് വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിൽ നിന്ന് 23 ലക്ഷം രൂപ കവർന്നു. ഇന്നലെ പുലർച്ചെയായിരുന്നു രണ്ടംഗ സംഘം കവർച്ച നടത്തിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇത് എപ്പോഴാണ് ഈ മോഷണം നടന്നത്? ഇതെങ്ങനെയാണ് ഈ കമ്പനിയിൽ അവർ സൂക്ഷിച്ച പണമാണോ നഷ്ടപ്പെട്ടത്? രണ്ടംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന വിവരമുണ്ട്. CCTV ദൃശ്യങ്ങളോ മറ്റോ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രതികളെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇന്ന് പുലർച്ചെ 2 മണി കഴിഞ്ഞാണ് ഈ ഒരു മോഷണം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള വലിയൊരു സ്ഥാപനമുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെയാണ് മോഷണം നടന്നിരിക്കുന്നത്. വലിയ മോഷണമാണ്. 23 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടാക്കൾ കവർന്നത്. ഇതിൻ്റെ മോഷണ രീതി തന്നെ പോലീസിനെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പിൻഭാഗത്തെ ഷട്ടർ പൊളിക്കുകയും മോഷ്ടാക്കൾ ഉള്ളിൽ പ്രവേശിക്കുകയും CCTV ദൃശ്യങ്ങൾ എല്ലാ ദൃശ്യങ്ങളും നശിപ്പിച്ചാണ് CCTV ക്യാമറകൾ സഹിതം അതിൻ്റെ ഹാർഡ് ഡിസ്ക് സഹിതം നശിപ്പിച്ചാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപ, അത് മേശയിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപ, അങ്ങനെ ആണ് 23 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ടോം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് അറിയാവുന്നവരാണോ ഈ ഒരു മോഷണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ബാങ്ക് അവധിയായിരുന്നു. ശനിയാഴ്ച വരെ നടന്ന ബിസിനസ്സിൻ്റെ പൈസയാണ് ഇവർ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. അതാണ് മോഷണം പോയിരിക്കുന്നത്. എല്ലാ ദിവസവും, അതായത് ബാങ്കിൽ ഇവർ പൈസ നിക്ഷേപിക്കുന്നതാണ്. ശനിയാഴ്ച കഴിഞ്ഞ് ബാങ്കിലാഞ്ഞത് കൊണ്ടാണ് ഞായറാഴ്ച അവധിയാണ് കടയിൽ തന്നെ സൂക്ഷിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ 2 പേരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊരു ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. PP കിറ്റ് ധരിച്ച് വരുന്ന പോലെയുള്ള ഒരു രൂപമാണ് 2 പേരുടെയും കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. സമീപത്തുള്ള CCTV ക്യാമറകൾ അടക്കം പരിശോധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും മോഷ്ടാക്കൾ പിടിയിലാകും, ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള ഒരു അറിയിപ്പാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭ്യമായിരിക്കുന്നത്. ഫോറൻസിക് സംഘമടക്കം സ്ഥാപനത്തിലെത്തി വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നുമുണ്ട് കേട്ടോ. യെസ്, എന്തായാലും കൃത്യമായും ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിവുള്ളവരാകാം മോഷണത്തിന് പിന്നിലെന്നൊരു സൂചനയാണോ പോലീസിനുള്ളത്? കാരണം സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിനുള്ളിൽ ഇത്രയധികം പണം സൂക്ഷിക്കാറില്ല. ഇത് അതേക്കുറിച്ച് അറിവുള്ളവർ, അതല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ, അല്ലെങ്കിൽ മുൻപ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? അതോ സ്ഥിരം മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണോ പോലീസിൻ്റെ നീക്കങ്ങൾ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയാണ്, പഴുതടച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മൊഴി ഈ സ്ഥാപന ഉടമയുടെയും സ്ഥാപനത്തിലെ മാനേജറുടെയും മൊഴി കൃത്യമായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. സമീപത്തായിട്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരടക്കം അവരുടെ ഒരു ലിസ്റ്റ് ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അന്വേഷണം, അതായത് സമീപത്തുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ, ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപത്തുള്ള ക്യാമറകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ ഫുൾ ലിസ്റ്റ് അവർ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം പരിചയമില്ലാത്ത വാഹനങ്ങൾ കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്തടക്കമുള്ള കൃത്യമായിട്ടുള്ള വലിയൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. 23 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. മുൻപും സമാനമായ രീതിയിൽ തൊട്ടടുത്തുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്ന് അന്വേഷിച്ച പ്രതികളെയൊക്കെ പിടികൂടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ടോം. ഈ സമീപകാലത്ത് മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവർ അവരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ചില മോഷണ രീതികൾ പോലീസിന് അറിയാം, ചില മോഷ്ടാക്കളുടെ ചില രീതികൾ അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ജയിലിൽ നിന്നും ഈ അടുത്ത സമയത്ത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങിയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റും പോലീസ് ശേഖരിച്ചിട്ട് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും പഴുതടച്ചുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ജില്ലയിൽ നഗര ഹൃദയത്തിൽ തന്നെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. അതീവ ഗൗരവമാണ്. നിരവധി CCTV ക്യാമറകൾ എല്ലാം തന്നെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും നാട്ടുകാരും എല്ലാം തന്നെ ഇത് കാണുന്നതും. എന്തായാലും ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.